ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു വീഡിയോ കാണാം. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഓടുന്നപ്പോഴത്തേക്ക് ഒരു മുഴ മുമ്പേ എന്നൊക്കെ പറഞ്ഞ പോലെ എറിഞ്ഞാണ് ഈ ഒരു ബുദ്ധി. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ അതേ ആ ഒരു പഴഞ്ചൊല്ല് വേറൊരു പഴഞ്ചൊല്ലൂടെയുണ്ട്, ഏറെ ബുദ്ധിയുള്ള വരാനും മുട്ടയിടുന്ന വരമ്പത്താണെന്നുള്ള. അതുപോലെയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചത്തെയും ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓൾറെഡി നമ്മളെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ രേണു സുധിയെ വിമർശിക്കുകയും ചെയ്യും, നല്ല ചെയ്താൽ നല്ലതും പറയും. ആ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നിട്ട് ആ വാതിലിൻ്റെ പടിയിലിരുന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കുറേ ദിവസം വരാൻ വന്നതെന്നാണ്, ഞാൻ പോണില്ല ബിഗ് ബോസിൽ എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് അതിൽ ഒത്തിരി പേര് എൻ്റെ ചാനലിൽ വരുന്നവരും അത് വിശ്വസിച്ചിട്ട് നിങ്ങളൊക്കെയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിൽ പോകണില്ല, വീട്ടിൽ ഇരിക്കുന്നതെന്നും പറഞ്ഞ് ആൾക്കാരത് വിശ്വസിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ രേണു സുധി ഒരു കാര്യം ആലോചിക്കണം. ഒത്തിരി പേര് രേണു സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരെയും കൂടെ മണ്ടന്മാരാക്കിയത് ശരിയായില്ല, മണ്ടികളാക്കിയത് ശരിയായില്ല. അത് പിന്നെ കൂട്ടുകാർ FBയിൽ അങ്ങോട്ട് പരസ്യമാക്കി. അപ്പോൾ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് പരസ്യമാക്കിയാൽ പിന്നെ ചാൻസ് പോകും. അതുകൊണ്ടാണെന്നൊരു എക്സ്ക്യൂസ് നമുക്ക് കൊടുക്കാം, നിവൃത്തിയില്ലായതാ. എന്നാലും ജനങ്ങൾ പറയുന്നുണ്ട് നല്ല അഭിനയമായിരുന്നെന്ന്, പോകുന്നില്ലെന്നും പറഞ്ഞു. അത് ശരിയാ, എനിക്കിതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. പുള്ളിക്കാരത്തേക്ക് നിവൃത്തിയുടെ കൊണ്ടായിരിക്കാം അത് പറയുന്നത്. അയ്യോ ഞാൻ ബിഗ് ബോസിലില്ല, ഞാൻ ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ വന്നാൽ എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കണം, ഓൾറെഡി ഇൻട്രോ എടുത്ത് കിച്ചുവിനെയും വിളിച്ച് വീട്ടുകാരെ എല്ലാം വിളിച്ച് ഇൻട്രോ എടുത്ത് വിട്ടതിന് ശേഷമാണ് അതേ വീട്ടിൽ അതേ വാതിൽപ്പടിയിലിരുന്ന് നമ്മളെ പറ്റിക്കുന്നത്. അപ്പോൾ ഈ അഭിനയം സൂപ്പറായിരുന്നു. നമ്മളങ്ങനെ തീർച്ചയായിട്ടും ചിന്തിച്ചു പോകും. നുണ പറയുന്നതിൻ്റെ ഒരു ഇത് നുണയായിരുന്നു ആ പറഞ്ഞതെന്ന് പിന്നീട് ബിഗ് ബോസിൽ കണ്ടപ്പം, ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ലാലേട്ടൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയം രേണു സുധിയുടെ വീട്ടിൽ മറുനാടനെതിരെയുള്ള രേണു സുധിയുടെ ചാനലിൽ മറുനാടനെതിരെയുള്ള ഒരു വീഡിയോയും വന്നു. അപ്പം പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ ഇന്ന് വരെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ബിഗ് ബോസിലോട്ട് പോയിരിക്കുന്നത്. അവർക്കെല്ലാം വേണേ ഇത് ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി, അയ്യോ നിങ്ങളെല്ലാം എനിക്ക് വോട്ട് കിട്ടണേ, ഞാൻ ഈ റൗണ്ടിൽ ഔട്ടാകാൻ നോക്കണേ, രക്ഷിക്കണേ എന്നും പറഞ്ഞ് എല്ലാവർക്കും വീഡിയോ എടുത്ത് വെക്കാമായിരുന്നല്ലോ. അങ്ങനെ ആരും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കണ്ടതിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ചാണക്യ ബുദ്ധി ആർക്കാണെന്ന് ചോദിച്ചാൽ മാരാർക്കെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ശോഭയ്ക്കായിരുന്നു ഞാൻ സപ്പോർട്ട് കൊടുത്തത്. എന്തായാലും ഞാൻ അംഗീകരിച്ച് കൊടുത്ത ഒരു കാര്യമുണ്ട്. ആ ഷോ അങ്ങനെ കണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, മാരാർ അത്രയും ചാണക്യ ബുദ്ധി ഒരു മത്സരാർത്ഥിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്ന് വരെ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി വരുമോ എന്ന് പോലും അറിയില്ല. നിങ്ങൾക്കത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി പരിപാടിയുണ്ട്, അകത്തും പുറത്തും ഒക്കെ ഒരേപോലെ കളിക്കാൻ ശരിക്കും പഠിച്ചിട്ട് പോയതാണ്. പക്ഷേ എങ്കിൽ രേണു സുധി ചെയ്യുന്ന മണ്ടത്തരം ഇതെല്ലാം പുറത്ത് കളിക്കണ്ട. ഇത് എന്ത് കളിയാണ് ഈ കളിച്ചത്? ഹോ കഷ്ടം, മണ്ടത്തരം വല്ലാത്ത മണ്ടത്തരം. ഇങ്ങനെ വോട്ട് ചോദിച്ചൊരു വീഡിയോ അതിൻ്റെ അകത്തിട്ട് മിക്കവാറും ലാലേട്ടനൊക്കെ വന്ന് ഇത് ചോദ്യം ചെയ്യാനോ അതിനൊക്കെ ഒരു വഴി വെച്ചെന്നാണ് എനിക്ക് തോന്നിയത്. വഴി വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു ഓവർ സാമർത്ഥ്യമാണ്. ജയിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്നത് ശരിക്കും പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുക, അതല്ലാതെ കോപ്പി അടിച്ച് ജയിക്കുക. കോപ്പി അടിക്കുന്നതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയുള്ള ഒരു കുറുക്കുവിദ്യയാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവിടെ പോയിരിക്കുന്നത് ജീവിതം കൈപ്പിടിച്ച് പോയ പോലെ. എന്നാണെന്നറിയാം, ചിലപ്പോൾ അവിടെ നിന്ന് ഇമേജ് മുഴുവൻ തകർന്നടിഞ്ഞു വരും. ഇത്രയും നാളും ഉണ്ടാക്കി. അതേപോലെ നമ്മൾ പുറകോട്ടൊക്കെ ചിന്തിച്ചാൽ ചിലരൊക്കെ സിനിമയിൽ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഷോയിൽ പോയതിന് വന്നതിന് ശേഷം ചാൻസും ഇല്ല, മഷിയിട്ട് നോക്കി അവരെ കാണാനുമില്ല, സോഷ്യൽ മീഡിയ പോലും കാണാനില്ല. ഞാൻ എന്നും വിഷമത്തോടെ ഓർക്കുന്ന ഒരാളുണ്ട് സോഷ്യൽ മീഡിയ, ആ സായി. ഈ സായി അല്ലേ, ശ്രീകട്ടേജൻ്റെ അല്ല, അതിന് മുന്നേ ഉള്ള സായി ഇല്ലേ, ഓസ്കാർ അവാർഡ് കയ്യിൽ എഴുതിയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ സിനിമയിലൊക്കെ എത്തണമെന്ന് ഓർത്തിട്ട് പുള്ളിക്കാരൻ ഒന്നും എത്തിയില്ല. അത് എപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇനി ഈ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം രേണു സുധി നെഗറ്റീവ് എല്ലാം മാറി പോസിറ്റീവ് ആവുകയും കപ്പടിച്ച് വരികയും ചെയ്തോട്ടെ, എനിക്കതിനൊക്കെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എങ്കിൽ അർഹതപ്പെട്ട കാര്യങ്ങൾ കളിച്ച് നേടണം, കുറുക്കു വഴികൾ ഉപയോഗിക്കരുത്. ഇപ്പം തന്നെ ഇത്രയും ദിവസം അവിടെ പോയിട്ട് ആകെ ഒരു വിമൻസ് കാർഡ്, വിധവാ കാർഡ്, സിംഗിൾ മദർ കാർഡ്, ഇങ്ങനത്തെ കുറേ കാർഡൊക്കെ പുള്ളിക്കാരത്തി എടുത്ത് കൈ പിടിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ വീണ് കിട്ടിയ അക്ബറിൻ്റെ വായിൽ നിന്ന് അത്രയും വലിയൊരു തെറ്റ് വന്നുകൊണ്ട് മനുഷ്യനായി പിറന്നവരാരും അക്ബറിൻ്റെ അതിന് അനുകൂലിക്കില്ല. അതോടൊപ്പം രേണു സുധിക്ക് മുഴുവൻ എല്ലാവരെയും
കംപ്ലീറ്റ് പേരും രേണുസുതിക്ക് അതിന് ഇത്. പക്ഷേ അത് ഓവറായിട്ട് കളിച്ചുകൊണ്ട് പോയാൽ അതും മോശമാണ്. ചുമ്മാ കാർഡ് വെച്ച് വിറ്റിംഗ് കാർഡ് ഇറക്കുന്നത് ശരിയല്ല. പക്ഷേ അവിടെ ഈ പ്രാവശ്യം നിങ്ങൾ ചിലരൊക്കെ കമൻറ്റ് ഇട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാൻ ഇഷ്ടമില്ല, എല്ലാവരും വാരകളാണ്. പക്ഷേ അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഹ്യൂമർ സെൻസ്, കോമഡി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നല്ല മത്സരാർത്ഥിയുണ്ട്. ഇപ്പോൾ അക്ബറാണ് തഗ്ഗിൻ്റെ ആശാനാണ് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. അല്ലേ പിള്ളച്ചൻ കള്ളം പറഞ്ഞേനെ. ഇന്ന് എന്തോ ജിസേലിനെ വാൺ ചെയ്തായിരുന്നു ബിഗ് ബോസ്. ആ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടും പുള്ളിക്കാരത്തി കുറച്ചൊക്കെ എടുത്ത് അവിടെ വെച്ച്. പുള്ളിക്കാരത്തിക്ക് അതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ബിഗ് ബോസ് എണീപ്പിച്ച് നിർത്തി. അപ്പോൾ എന്താണ് ശിവകാമി തെറ്റ് ചെയ്തു ബാഹുബലിന്നോ അങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ പറയുന്നു. അതേപോലെ തగ్గടിക്കേണ്ടടുത്ത് നല്ല പോലെ തగ్గടിക്കും. പിന്നെ ഷാനവാസ് ആണെങ്കിൽ നല്ല കോമഡിയനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റോക്കി സിജോ ഒക്കെ അടി ഉണ്ടാക്കിയില്ലേ, അതേപോലത്തെ സീൻ അവിടെ അനീഷുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അനീഷ് ഒരു അത്യാവശ്യം കണ്ടന്റ് തരുമെങ്കിലും ഓവർ ചൊറിയല. ഒരു സ്റ്റെപ്പ് താഴോട്ട് അനീഷ് ഇറങ്ങണം. ഇത്രയധികം മനുഷ്യരെ കൂടെയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്താൽ പിടിച്ചു നിൽക്കുന്ന എങ്ങനെയാണ് ആൾക്കാർ കൂടെയുള്ളവർ, വലിയ പാടാണ്. അപ്പോഴും ഷാനവാസ് അത് കോമഡി ആക്കി അങ്ങോട്ട് നീക്കും. അപ്പാനി ശരത്തും കൂടെ വന്നത് കോമഡി ആക്കുന്നുണ്ട്. അങ്ങനെ കുറേ കോമഡി, അതായത് ഒരു ടൈം പാസ് ഉള്ള ഡയലോഗൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ടോട്ടലി മനസ്സിലാക്കിയത് രേണുസുതിയുടെ കൂടെ പോയിരിക്കുന്ന ആരും മോശം എന്ന് പറയാൻ, എല്ലാവരും കപ്പിന് അർഹരാണ്, എല്ലാവരും കളിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ. ബിന്നി അവരൊക്കെ വലിയ ആക്റ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. RJ ബിൻസി. അപ്പോൾ സൂത്രവിദ്യകളൊന്നും ഉപയോഗിക്കാതെ ശരിക്ക് കളിച്ചാൽ ഇപ്പം അന്ന് ഞാൻ പറഞ്ഞ പോലെ, അന്നൊരിക്കൽ ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ പോയ നെഗറ്റീവ് വേണമെങ്കിൽ പോസിറ്റീവ് ആക്കി രേണുസുതിക്ക് വരാം. അപ്പം നിങ്ങൾ കുറേ പേര് അത് നടക്കുന്ന കാര്യമല്ല, പക്ഷേ നടക്കുന്ന കാര്യം. ഇന്നലത്തെ ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അക്ബർ ആ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ തീട്ടക്കുഴി എന്നും പറഞ്ഞ് രേണുസുതിയിലെ നടക്കുമ്പോൾ എത്രയോ പേര് രേണുസുതിക്ക് സപ്പോർട്ടായെന്നറിയാം. ഇപ്പം നേരെ മറിഞ്ഞില്ലേ. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഇനി ഉണ്ടായാലും രേണുസുതിക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കളിച്ച് നേടി മിടുക്കിയായിട്ട് പോവുക. സൂത്രവിദ്യ ശരിയല്ല. ഇത് ആഞ്ഞ ബുദ്ധിയായിപ്പോയി കേട്ടോ. ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരാൾക്ക് പോലും തോന്നാത്ത ഒരു ബുദ്ധിയാണ്. എല്ലാ ആഴ്ചത്തെ വീഡിയോ എടുത്തിടുക, വെക്കുക, എന്നിട്ട് സ്വന്തം ചാനൽ വഴി ഇങ്ങനെ അങ്ങോട്ട് ഇടുക. കൊള്ളാം. വേറെ ഏതോ ഒരു മത്സരാർത്ഥിയുടെ മാരാറുടെ തന്നെയാണെന്ന് തോന്നുന്നു. കുറേ ഇൻ്റർവ്യൂകൾ പണ്ടിങ്ങനെ പോയി ബിഗ് ബോസ് പോയതിന് ശേഷം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കണ്ടതിൽ ഏറ്റവും ചാണക്യൻ മാരാറാണ്. അപ്പം അതിനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് രേണുസുതി വന്നിരിക്കുന്നത്. പക്ഷേ പണി മേടിച്ച് കിട്ടുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലാലേട്ടനോ ബി ഷോ നടത്തുന്നവർക്കൊന്നും ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. കാരണം ഇതേ സംഭവം മറ്റുള്ളവർക്കും വേണം ചെയ്യാമല്ലോ. അല്ലെ ചിലപ്പോൾ ഇത് വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് വിടാനും ചാൻസ് ഉണ്ട്. എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് കണ്ടറിയാം. ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയാം ഈ എന്താണേലും മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തതിനോട് എനിക്കത്ര യോജിപ്പില്ല കേട്ടോ. വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു, അതൊരുമാതിരി അതിബുദ്ധി പോലെ തോന്നി. വേണ്ടായിരുന്നു, കളിച്ച് നേടുക, അത്ര തന്നെയാണ് നല്ലത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.